നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഒരു ഹെൽത്ത് കമ്മിറ്റിയെ പറ്റിയാണ്. കമ്മിറ്റി ഓൺ ഇന്റഗ്രേഷൻ ഓഫ് ഹെൽത്ത് സർവീസസ് ഇസ് ദ നെയിം ഓഫ് ഓപ്ഷൻ മുഖർജി കമ്മിറ്റി, ചാദ കമ്മിറ്റി, ജുംഗൻവാല കമ്മിറ്റി, മുത്തലിയാർ കമ്മിറ്റി. കമ്മിറ്റി ഓൺ ഇന്റഗ്രേഷൻ ഓഫ് ഹെൽത്ത് സർവീസസ്. ഓപ്ഷൻ സി കമന്റ് ചെയ്തിട്ടുണ്ട് മെറിൻ. ഓക്കെ, കറക്റ്റ് ആണ്. ജുംഗൻവാല കമ്മിറ്റി ആണ് കേട്ടോ. കമ്മിറ്റി ഓൺ ഇന്റഗ്രേഷൻ ഓഫ് ഹെൽത്ത് സർവീസസ് ഇസ് ദ നെയിം ഓഫ് ജുംഗൻവാല കമ്മിറ്റി. അപ്പൊ ഈ ജുംഗൻവാല കമ്മിറ്റി നിലവിൽ വന്ന ആ ഒരു വർഷം ചോദിക്കുകയാണെങ്കിൽ 1967 ആണ്. ജുംഗൻവാല കമ്മിറ്റി 1967 ആണ്. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് ഹെൽത്ത് സർവീസസ് ആൻഡ് എലിമിനേഷൻ ഓഫ് പ്രൈവറ്റ് പ്രാക്ടീസ് ബൈ ഗവൺമെന്റ് ഡോക്ടേഴ്സ്. അപ്പോ ഇന്റഗ്രേഷൻ ഓഫ് ഹെൽത്ത് സർവീസ്, അത് കൂടാതെ എലിമിനേഷൻ ഓഫ് പ്രൈവറ്റ് പ്രാക്ടീസ്. ഗവൺമെന്റ് ഡോക്ടേഴ്സ് പ്രൈവറ്റ് പ്രാക്ടീസ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന ഇങ്ങനെ ആയിരിക്കും. എലിമിനേഷൻ ഓഫ് പ്രൈവറ്റ് പ്രാക്ടീസ് വിച്ച് കമ്മിറ്റി എന്ന് ചോദിക്കാം. ജുംഗൻവാല കമ്മിറ്റി. എലിമിനേഷൻ ഓഫ് പ്രൈവറ്റ് പ്രാക്ടീസ് അപ്പോയിന്റഡ് എ കമ്മിറ്റി നോൺ ആസ് കമ്മിറ്റി ഓൺ ഇന്റഗ്രേഷൻ ഓഫ് ഹെൽത്ത് സർവീസ്. അപ്പൊ എലിമിനേഷൻ ഓഫ് പ്രൈവറ്റ് പ്രാക്ടീസ് ബൈ ഗവൺമെന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞത് ഇന്റഗ്രേഷൻ ഓഫ് ഹെൽത്ത് സർവീസ് എന്ന് തന്നെയാണ്. അണ്ടർ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ ആൻഡ് ജുംഗൻവാല. അപ്പൊ ജുംഗൻവാല എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. 1967 ഈ കമ്മിറ്റി ഫോം ആയത്. ഇന്റഗ്രേഷൻ ഓഫ് ഹെൽത്ത് സർവീസസ് ആൻഡ് എലിമിനേഷൻ ഓഫ് പ്രൈവറ്റ് പ്രാക്ടീസ്. മുഖർജി കമ്മിറ്റി 1965 1965 മുഖർജി കമ്മിറ്റി. മുഖർജി കമ്മിറ്റി ബേസിക് ഹെൽത്ത് സർവീസ്. മുഖർജി കമ്മിറ്റിയുടെ മെയിൻ എയിം എന്താണ്? പ്രൊവൈഡ് ബേസിക് ഹെൽത്ത് സർവീസ്. ബേസിക് ഹെൽത്ത് സർവീസ് വിച്ച് ഷുഡ് ബി പ്രൊവൈഡഡ് അറ്റ് ദ ബ്ലോക്ക് ലെവൽ. ബ്ലോക്ക് ലെവലില് ബേസിക് ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞത് ആരാണ്? മുഖർജി കമ്മിറ്റിയാണ്. ഓക്കെ, ഇനി ചാദ കമ്മിറ്റി. നെക്സ്റ്റ് വൺ ചാദ കമ്മിറ്റി എന്താണ് പറഞ്ഞത്? 1963 വന്നത്. ചാദ കമ്മിറ്റി 1963. അറേഞ്ച്മെന്റ്സ് നെസസറി ഫോർ ദ മെയിന്റനൻസ് ഫേസ് ഓഫ് ദ നാഷണൽ മലേറിയൽ ഇറാഡിക്കേഷൻ പ്രോഗ്രാം. സോ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാമിന്റെ മെയിന്റനൻസ് ഫേസിൽ അറേഞ്ച്മെന്റ് ചെയ്തത് ചാദ കമ്മിറ്റിയാണ്. സോ 1963 നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാമിന്റെ മെയിന്റനൻസ് ഫേസിലുള്ള അറേഞ്ച്മെന്റ് ചെയ്തത് ചാദ കമ്മിറ്റിയാണ്. മുതലിയാർ കമ്മിറ്റി 1962 ആണ്. സോ മുതലിയാർ കമ്മിറ്റി അതർവൈസ് നോൺ ആസ് ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി. So Mudaliar Committee, otherwise known as Health Survey and Planning Committee. So the survey progress made in the field of health since submission of Board Committee. Appo Mudaliar Committee also known as എങ്ങനെയാണ് ചോദിക്കുന്നത്? ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇവിടെ മുഖർജി കമ്മിറ്റി ഞാൻ പറഞ്ഞു 1965 ബേസിക് ഹെൽത്ത് സർവീസ് ബ്ലോക്ക് ലെവലിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ചാദ കമ്മിറ്റി 1963 നാഷണൽ മലേറിയൽ ഇറാഡിക്കേഷൻ പ്രോഗ്രാമിന് വന്നു. ജുംഗൻവാല കമ്മിറ്റി 1962 ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റിയാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ബാക്കി നമുക്ക് കമ്മിറ്റികൾ പഠിക്കാം. അത്ര ഓവറായിട്ട് നിങ്ങൾ പഠിക്കേണ്ട. ഇത് എക്സാമിന് ചോദിക്കുന്ന സെയിം പാറ്റേണിൽ സിമ്പിൾ ആയിട്ട് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഡീപ്പായിട്ട് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം. ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ആൻസർ ബാക്കിയുള്ളത് ചർച്ച ചെയ്യാം. കർത്താർ സിംഗ് കമ്മിറ്റി ഈസ് ഓപ്ഷൻ ഗ്രൂപ്പ് ഓൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ, on multi-purpose workers under health and family planning, health survey and development, survey and planning. സോ അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ, അറിയില്ലെങ്കിൽ കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എല്ലാവരും കമന്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഓൺ മൾട്ടി പർപ്പസ് വർക്കേഴ്സ് അണ്ടർ ഹെൽത്ത് ആൻഡ് ഫാമിലി പ്ലാനിങ്, കർത്താർ സിംഗ് കമ്മിറ്റി ഓൺ മൾട്ടി പർപ്പസ് വർക്കേഴ്സ് അണ്ടർ ഹെൽത്ത് ആൻഡ് ഫാമിലി പ്ലാനിങ് 1973 കർത്താർ സിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. ദ കമ്മിറ്റി ഓൺ മൾട്ടി പർപ്പസ് വർക്കേഴ്സ് അണ്ടർ ഹെൽത്ത് ആൻഡ് ഫാമിലി പ്ലാനിങ് അണ്ടർ ചെയർമാൻഷിപ്പ് ഓഫ് കർത്താർ സിംഗ് ആ പേര് തന്നെയുണ്ട്. ഇനി ഗ്രൂപ്പ് ഓൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി. സോ ഗ്രൂപ്പ് ഓൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ, so that is okay, ശ്രീവാസ്തവ് കമ്മിറ്റിയാണ് കേട്ടോ. ഗ്രൂപ്പ് ഓൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ ശ്രീവാസ്തവ് കമ്മിറ്റിയാണ്. 1975 ശ്രീവാസ്തവ് കമ്മിറ്റിയാണ് 1975 ഗ്രൂപ്പ് ഓൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സപ്പോർട്ട് മാൻ പവർ എന്നും കൂടെ ഉണ്ട്. ഗ്രൂപ്പ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സപ്പോർട്ട് മാൻ പവർ. സോ അത് കൊണ്ടുവന്നത് ശ്രീവാസ്തവ് കമ്മിറ്റി 1975 ഡോണ്ട് ഫോർഗെറ്റ്, ഗ്രൂപ്പ് ഓൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സപ്പോർട്ട് മാൻ പവർ എന്ന് കൊണ്ടുവന്നത് ശ്രീവാസ്തവ് കമ്മിറ്റി 1975 പോപ്പുലർലി നോൺ ആസ് ശ്രീവാസ്തവ് കമ്മിറ്റി. മറക്കരുത്, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓൺ മൾട്ടി പർപ്പസ് വർക്കേഴ്സ് അണ്ടർ ഹെൽത്ത് ആൻഡ് ഫാമിലി പ്ലാനിങ് എന്നുള്ളത് 1973 കർത്താർ സിംഗ് കമ്മിറ്റിയാണ്. ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി എന്നുള്ളത് എല്ലാവർക്കും അറിയാം 1946 ബോർ കമ്മിറ്റിയാണ്.